വസു എന്തിനാ നിന്റെ കുഞ്ഞിനെ കൊല്ലുന്നത്? അവരുടെ കുഞ്ഞ് വയറ്റിൽ വെച്ചെന്നെ മരിച്ചു പോയതുകൊണ്ടാ. അവകാശിയെ പ്രസവിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാ. ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ടും അവകാശിയെ പ്രസവിക്കാൻ പോകുന്നതുകൊണ്ടും വസുവേട്ടത്തിക്ക് അസൂയാണ്. അതുകൊണ്ടാ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത്. നിർത്ത് കാർത്തിക, വായി തോന്നൊക്കെ വിളിച്ച് പറയല്ലേ. നീ കൺസീവ് ആണെന്ന് അറിഞ്ഞ സമയത്ത് എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വസു എടുത്തിയാ. അങ്ങനെയുള്ള ഏടത്തിയാണോ നീ വായി തോന്ന് വിളിച്ചു പറയുന്നേ? കുറ്റം ആരോപിക്കുന്നതല്ല, സത്യമാണ് പറഞ്ഞത്. എന്നെ കാണുന്നത് തന്നെ വസുവേട്ടത്തിക്ക് ഇഷ്ടമല്ല. ഒരു അമ്മായിയമ്മയെ പോലെ എന്നെ ദ്രോഹിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കും, എന്റെ മുമ്പിൽ വേറൊന്ന് കാണിക്കും. വസു എപ്പോഴാ കാർത്തിക അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ മുമ്പിലും അഭിനയിക്കുകയാണ്, എന്റെ മുമ്പിലും അഭിനയിക്കുകയാണ്. ഈ വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ ഡിവോഴ്സ് വാങ്ങാന്ന് വിചാരിച്ചതാ. പക്ഷെ വസു എടുത്തി അതിന് സമ്മതിച്ചില്ല. എനിക്ക് പകുതി സ്വത്ത് തരാന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. വാക്ക് പറഞ്ഞവര് എനിക്ക് ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ല. നിനക്ക് പകുതി സ്വത്ത് തരാനോ? എന്തിനു വേണ്ടി അത്? വസുവെടുത്ത് എനിക്ക് അങ്ങനെയാണ് വാഗ്ദാനം തന്നത്. അതേ എടുത്തി, അന്ന് എടുത്തി ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ സ്വത്ത് മൊത്തം വസുവിന്റേതാണെന്നുള്ള വിചാരത്തിൽ വസു കാർത്തികയ്ക്ക് വാക്ക് കൊടുത്തു. പകുതി സ്വത്ത് അപഹരിക്കാൻ നോക്കുകയാണല്ലേ? വലിയ പരിപാടിയാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോ സ്വത്ത് ആഗ്രഹിച്ചിട്ടാണോ ഡിവോഴ്സ് വാങ്ങാതെ നീ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നത്? സ്വത്തിന് വേണ്ടിയല്ല അമ്മേ, അവകാശിക്ക് വേണ്ടിയാ. ഈ കുടുംബത്തിൽ ഒരു അവകാശി കൂടി ഉണ്ടാകാൻ വേണ്ടിയാ ഞാൻ എല്ലാം സഹിച്ചിവിടെ നിൽക്കുന്നത്. അവകാശിക്ക് വേണ്ടിയാ വസുവെടുത്ത് എന്നെ എത്ര ദ്രോഹിച്ചിട്ടും ഞാൻ ഇവിടെ ക്ഷമിച്ചു നിൽക്കുന്നേ. കാർത്തികയെ വസു കഷ്ടപ്പെടുത്തുന്നതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ചോദിച്ചതിന് വസു എന്റെ മുഖത്തടിച്ചെടുത്തി. വസുന്ധര എന്തിനാ നിങ്ങൾ അടിച്ചതെന്ന് ഞാൻ അമ്മയോട് പറയട്ടെ ഇളയമ്മേ. ആവശ്യമില്ലാതെ വസുന്ധരയെ കുറ്റപ്പെടുത്തിയാ ഞാൻ വെറുതെ ഇരിക്കില്ല. വസുന്ധരയെ കുറിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ കാർത്തികയ്ക്ക് സ്വത്ത് കൊടുക്കാന്ന് ആശിപ്പിച്ച് വാക്ക് കൊടുത്തത് ശരിയാണോ അബി? ഗർഭിണിയായവർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് പറയാറുണ്ട്. നിങ്ങൾ എപ്പോഴും എന്നെ ദ്രോഹിക്കുന്നതല്ലാതെ തന്ന വാക്ക് പാലിച്ച് കണ്ടിട്ടേയില്ല. വസുന്ധര ഒരു തവണ വാക്ക് കൊടുത്തു കഴിഞ്ഞാ ആ വാക്ക് ഒരിക്കലും മാറില്ല. നിനക്ക് തരുമെന്ന് പറഞ്ഞ പകുതി സ്വത്ത് 2 ദിവസത്തിനുള്ളിൽ നിന്റെ പേരിലാവും. അബി? അതെ അമ്മേ, നമ്മുടെ സ്വത്തിൽ പകുതി കാർത്തികയ്ക്ക് ഞാൻ കൊടുക്കും. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അവകാശപ്പെട്ടതാ അത്. പകുതി സ്വത്ത് അവൾക്ക് കൊടുത്താ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താകും? ഭാസ്കറിന് എന്ത് കൊടുക്കും? അബിയും വസു എന്ത് ചെയ്താലും അത് ഈ കുടുംബത്തിന് വേണ്ടി അമ്മ ചെയ്യുന്നേ. അവരെടുത്ത തീരുമാനം ഞങ്ങൾക്ക് സമ്മതമാണ്. കാർത്തിക ഈ വീട്ടിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എല്ലാം ആലോചിച്ച് തന്നെയാ വസുന്ധരയെ തീരുമാനത്തിലെത്തിയതാണ്. ദയവ് ഇത് തടയാൻ നോക്കരുത് പ്ലീസ്. എടാ, ചെന്ന് കാർ എടുക്ക. കാർത്തികയെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം.
അതൊന്നും വേണ്ട അഭിയേട്ടാ. വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട്. സ്വത്ത് കൈ വന്നാ പിന്നെ വേദന കാണില്ലല്ലോ. പോയിട്ട് വാ മോളെ. വേദന കൂടിയാ അത് പ്രശ്നമാകും. ഇപ്പോ വേണ്ട ആന്റി. വേദന വരുവാണെങ്കിൽ പോകാം. അബി, എന്താ അമ്മേ? എന്തിനാ അബി ഇത്രയും വലിയൊരു തീരുമാനം എടുത്തത്? ഈ സ്വത്ത് എന്തിനാ കാർത്തികയ്ക്ക് കൊടുക്കുന്നത്? എന്റെ അനിയന്റെ ഭാര്യയ്ക്കല്ലേ അമ്മ ഇത് കൊടുക്കുന്നേ? മാത്രല്ല ഇത് എന്റെ മാത്രം സ്വത്തല്ലല്ലോ, ഞങ്ങളുടെ 3 പേരുടെയും കൂടെ അല്ലേ. അങ്ങനെ വിചാരിക്കുന്നത് നിന്റെ വലിയ മനസ്സുകൊണ്ടാ. ഇതെല്ലാം നിന്റെ കഠിനാധ്വാനാ. ഇതിൽ 1 രൂപ പോലും ഭാസ്കറിന്റെയോ അഖിലിന്റെയോ ഇല്ല. എന്തുകൊണ്ടില്ല അമ്മേ? ഞങ്ങൾ 3 പേരും ഒന്നായിരിക്കുമ്പോ സ്വത്തുക്കളും അതേപോലെ ഒന്നല്ലേ അമ്മേ? ഇതുകൊണ്ടാ അബി നിന്റെ അച്ഛന് നീ പ്രിയപ്പെട്ട മകനായിരിക്കുന്നത്. എന്താ അമ്മ, അമ്മയ്ക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടം അബി. നിന്നെ വളർത്തിയതല്ലാതെ 9 മാസം നിന്നെ ചുമന്ന് പ്രസവിച്ചില്ലല്ലോ എന്ന സങ്കടം എനിക്കുണ്ട് അബി. പ്രസവിച്ച മാത്രം അമ്മയാകില്ല അമ്മേ. അമ്മ എനിക്ക് പെറ്റമ്മയേക്കാൾ വലുതാണ്. അത്രയ്ക്ക് നന്നായിട്ടാണ് അമ്മേനെ നോക്കിയത്. അതിനുള്ള നന്ദിയാണോ നീ ഈ കാണിക്കുന്നത്? ഒരു പ്രാവശ്യം നിന്റെ സഹോദരന്മാർക്ക് നീ സ്വത്ത് കൊടുത്തു. അവരത് കാത്തു സൂക്ഷിച്ചോ? സ്വത്തെല്ലാം കളഞ്ഞിട്ട് കടത്തിൽ മുങ്ങി. ഇപ്പൊ വീണ്ടും സ്വത്ത് കൊടുക്കാന്ന് പറയുന്നു. എപ്പോഴും അവരെപ്പറ്റി മാത്രമാണോ? വസുവിനെപ്പറ്റി നിനക്കൊരു ചിന്തയില്ലേ? കാർത്തികയ്ക്ക് സ്വത്ത് കൊടുക്കണമെന്ന് വസുന്ധര തന്നെയാണ് പറഞ്ഞത് അമ്മേ. എന്തിനാ വസു നീ അങ്ങനെ പറഞ്ഞേ? എന്തുകൊണ്ടാ അമ്മ പറയാൻ പാടില്ലാത്തത്? നിന്റെ ഭർത്താവിന്റെ സ്വത്ത് അനിയന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് നിനക്ക് സന്തോഷമാണോ? ഒരുപാട് സന്തോഷം അമ്മേ. അദ്ദേഹം അമ്മ പ്രസവിക്കാത്ത മകനാണെങ്കിൽ അഖിൽ എനിക്ക് മകനെ പോലെയാണ്. അഖിലും കാർത്തികയും സ്നേഹിച്ച കല്യാണം കഴിച്ച് അവരൊരിക്കലും പിരിയാൻ പാടില്ല. കാർത്തിക പിരിഞ്ഞു പോയാ അഖിലിന് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ കാർത്തികയ്ക്ക് വേണ്ട സ്വത്ത് ഞങ്ങൾ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിനൊരു അവകാശം തരുന്ന അവൾക്ക് അതൊരു സമ്മാനമായി കൊടുക്കാമെന്ന് വിചാരിച്ചു. അഖിലിനെ മകനെന്ന് പറയണമെങ്കിൽ നിന്റെ മനസ്സ് എത്ര വലുതാണ് വസു. നിന്നെപ്പറ്റി എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ദേഷ്യം വരുമ്പോൾ ഞാൻ വല്ലാതെ വഴക്കു പറയും. എന്നോട് ക്ഷമിക്കുമോളെ. അയ്യോ അമ്മ, അമ്മ അങ്ങനെ പറയരുത്. അമ്മ പറയുന്നതൊക്കെ അനുഗ്രഹിക്കുന്ന പോലെയാ. അഖിലിനെ കുറിച്ച് നിങ്ങളുടെ അച്ഛൻ പോലും ഇങ്ങനെ ചിന്തിച്ചു കാണില്ല മോളെ. അവന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും നിങ്ങളാ. ശരിയാ അമ്മേ, ഏട്ടനും എടുത്ത് എനിക്കൊരു പുനർജന്മം തന്നത്. ഇവരില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ മരിച്ചു പോവുമായിരുന്നു. ഏട്ടൻ എൻ്റെ കണ്ണായി മാറി എനിക്ക് വഴികാട്ടിയായി നിന്നു. ഏടത്തി എൻ്റെ കാലുകളായി മാറി എന്നെ നടക്കാൻ സഹായിച്ചു. ഡിപ്രഷനിലായി എനിക്ക് ധൈര്യം തന്നു. ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഈ അവസ്ഥയിലാണെങ്കിലും എന്നെക്കൊണ്ട് എല്ലാം നേടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിപ്പിച്ചു. ഇവരെൻ്റെ മറ്റൊരു അച്ഛനും അമ്മയും മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാ. ഭാസ്കർ ഭാവനെ, ഞാൻ കഴിഞ്ഞാൽ ഈ വീട്ടിലെ മുതിർന്നവർ നിങ്ങളാ. നിങ്ങളോട് പറയാതെ അബിയും വസുവും വലിയൊരു തീരുമാനം എടുത്തിരിക്കുന്നേ. നിങ്ങൾക്കതിൽ ദേഷ്യമുണ്ടോ? പ്രായത്തിൽ മാത്രമേ ഞാൻ മൂത്തത്. അനുഭവം കൊണ്ട് അവനാ മുതിർന്നയാള്. ചിലപ്പോഴൊക്കെ ഞാൻ അവനെ ഉപേക്ഷിച്ചു പോയാലും അവനൊരിക്കലും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. എന്ന നിഴലായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അവൻ.
ശരിക്കും ഒരു സംരക്ഷണ കവചം പോലെ. അബി എന്ത് തീരുമാനം? എന്താ അമ്മേ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? എന്റെ കണ്ണു നിറഞ്ഞതല്ല അബി. നിങ്ങൾ 3 പേര് ഒരുമിച്ചുണ്ടാവണമെന്നുള്ള അച്ഛന്റെ ആഗ്രഹം സത്യമാകുന്നത് കാണുമ്പോ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ. നമ്മൾ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഏട്ടനും എടുത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയോ അമ്മേ? എന്നിട്ട് ഇപ്പോഴും ഞാൻ ഇവരെ രണ്ടുപേരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഒരുമിച്ച് ജീവിക്കുന്നതില് സന്തോഷമല്ലാതെ വിഷമങ്ങൾ ഉണ്ടാവില്ല. അവസാനം വരെയും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരിക്കണം. അങ്ങനെ തന്നെ ഉണ്ടാവും വസു. നിങ്ങളുള്ളപ്പോ ഈ കുടുംബം ഒരിക്കലും പിരിഞ്ഞു പോവില്ല. നിങ്ങൾ ആരെയും അതിനെ അനുവദിക്കുകയില്ല. രാമന് സീത എങ്ങനെയായിരുന്നോ അതുപോലെ നമ്മൾ അഭിരാമിന് പിന്തുണ വസു തന്നെയാണ്. അബിയുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും, വസുവിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും നമ്മുടെ കുടുംബം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു. സത്യമാണ് ഭാസ്കർ. ഈ കുടുംബത്തെ താങ്ങി നിർത്തുന്നത് അബിയാണെങ്കിൽ അവന്റെ ഒപ്പം വസുവുണ്ട്. ഞാനും നിങ്ങളുടെ അച്ഛനും ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരുമിച്ചായിരിക്കണമെന്നുള്ള ആഗ്രഹം ഇപ്പം നിറവേറിയിരിക്കുക. എന്നും ഈ കുടുംബം ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു ദുഷ്ടശക്തിയും നിങ്ങളെ പിരിക്കാൻ പാടില്ല. രണ്ട് ദിവസത്തിനകം എനിക്ക് സ്വത്ത് കിട്ടും. മറ്റുള്ളവരെക്കാളും ഉയർന്ന സ്ഥാനത്തായിരിക്കും. അപ്പോൾ വസുവേട്ടത്തിയുടെ സ്ഥാനം എൻ്റെ കാൽ കീഴിലായിരിക്കും. എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കും. കാർത്തികേ, കാർത്തികേ, ബസ് നിന്റെ വയറ്റിലടിച്ചില്ലേ? ഹോസ്പിറ്റലിൽ പോവാതെ അപ്പൊ തന്നെ വേദന കുറഞ്ഞെന്ന് പറഞ്ഞല്ലോ. വസുവേട്ടത്തി എന്റെ വയറ്റിലൊന്നും അടിച്ചില്ല ആൻറ്റി. ജസ്റ്റ് അവരുടെ കൈ ഒന്ന് തട്ടിയതേ ഉള്ളൂ. അപ്പോ അവരുടെ കൈ കൊണ്ട് നിന്റെ വയറ്റിലടിച്ചു നീ എന്തിനാ അഭിനയിച്ചത് കാർത്തികേ? അത്രയ്ക്കും ഞാൻ ഓവർ ആക്ഷൻ ചെയ്തതുകൊണ്ടാണ് എന്റെ ആക്ടിങ്ങിന് ഉടനെ റിയാക്ഷൻ ഉണ്ടായത്. സ്വത്ത് തരാന്ന് പറഞ്ഞത് കേട്ടില്ലേ? അപ്പോ സ്വത്തിനു വേണ്ടി നാടകം കളിച്ചതല്ലേ? അല്ല, സമയം നോക്കി എന്റെ തലയിൽ എഴുത്തൊന്ന് മാറ്റാന്ന് വിചാരിച്ചു. അയ്യോ, നിന്റെ അഭിനയം കണ്ടപ്പോ ഞാൻ വേറെന്തൊക്കെയാ വിചാരിച്ചേ. നീ ഭയങ്കര ബുദ്ധിശാലിയാ കാർത്തികേ. ആ പിന്നെ കുഗ്രാമത്തിലെ ബുദ്ധിയാന്ന് വിചാരിച്ചോ നീ? ആ, ഇവൾ ഒരുപാട് പഠിച്ചവളാ. ദാ നോക്കു കുഞ്ഞമ്മേ, സിറ്റിയിലിരുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഈ വീട്ടിൽ അടയിരിക്കുവായിരുന്നില്ലേ? നിന്നെ നിക്ക് നമ്മള് തമ്മിൽ എന്തിനാ വഴക്കൊക്കെ? ആ, നമ്മള് 3 പേരും ഒന്നാണ്. നമ്മൾ 3 പേരും ഒന്നെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് സ്വത്ത് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് തരുവോ? ഉറപ്പായിട്ടും തരാ ആന്റി. നിങ്ങൾ ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നേ. നീ 10 മാറ്റി തങ്കുവാ. എടി കുരുട്ട് കിളവി, ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് എന്തിനാ സ്വത്ത്? നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാനും ചോദിക്കാൻ പോവാ. ആ കാർത്തികേ, ഞാനും ഒരു കാര്യം നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുക. ചോദിക്ക്. എന്താ, നിനക്ക് ഇവളുടെ സ്വത്തിലെ പങ്ക് വേണോ? ഇതൊന്നും പ്രസാദമല്ല, എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ. ആന്റി, ചേച്ചി ചോദിക്കാൻ വന്നത് ചോദിക്കട്ടെ. കാർത്തികേ, ദാ നോക്ക്, എനിക്ക് സ്വത്തില് പങ്കൊന്നും വേണ്ട.
എന്നെ എന്റെ കെട്ടിയോന് ഉപേക്ഷിച്ച് പോയതാ. എന്റെ മോനാണെങ്കിൽ ചെറിയ കുട്ടിയാ. ആ, എന്റെ ജീവിതവും നശിച്ചു. നോക്ക്, നിനക്ക് സ്വത്ത് കിട്ടിയാ എനിക്കൂടെ കുറച്ചെന്തെങ്കിലും തരുവാണെങ്കിലേ ഇതുപോലെ ഈ വീട്ടില് ആ വീട്ടിലൊന്ന് പോയി നിക്കണ്ടല്ലോ, എന്റെ സ്വന്തം വീട്ടിൽ നിക്കാലോ. നീ ജീവിച്ച് നശിച്ചവളല്ലടി, ജീവിക്കാൻ പഠിച്ചവളാ. ഇവിടെ നിനക്ക് തിന്നാനായിട്ട് വീടുണ്ടല്ലോ, പിന്നെന്തിനാ തനിച്ചൊരു വീട്? നിങ്ങൾ വയസ്സായ ഒരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് എന്തിനാ സ്വത്ത്? എന്താടി? ഞാൻ എനിക്ക് പറഞ്ഞിട്ട് കാശ് എന്താടി കുഴപ്പം? ഏയ് ആന്റി, ആന്റി നിർത്ത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ പണം തരാം, വഴക്ക് കൂടരുത്. കാശ് കിട്ടിയ ഉടനെ എനിക്ക് എന്റെ രാജയെ ജയിലിൽ നിന്ന് പുറത്തിറക്കി അങ്ങ് ദൂരെ എവിടെങ്കിലും പോയി കല്യാണം കഴിക്കണം. പണം കിട്ടിക്കഴിഞ്ഞാലേ കിട്ടൂനെയും കൊണ്ട് നാട്ടിൽ പോയിട്ട് കടമെല്ലാം തീർത്ത് സുഖമായിട്ട് ജീവിക്കണം. സ്വത്ത് കിട്ടിയ ഉടനെ എല്ലാത്തിനെയും നിലയ്ക്ക് നിർത്തണം. കേട്ടില്ലേ അഖിൽ, നമുക്ക് സ്വത്ത് കിട്ടാൻ പോവാ. നമുക്കല്ല, നിനക്ക്. അതെന്താടാ? അവക്ക് സ്വത്ത് കിട്ടിയാ നിനക്കും കിട്ടിയതുപോലല്ലേ? ഇപ്പൊ നമുക്ക് സ്വത്ത് എന്തിനാ കാർത്തിക? ജനിക്കാൻ പോകുന്ന നമ്മുടെ ബേബിക്ക് വേണ്ടേ അഖിൽ? എടാ അനിയ, സ്വത്തില്ലെങ്കിലേ എല്ലാവിധ കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരും. എന്നെ എന്റെ മോൻ കിട്ടൂനെയും കണ്ടില്ലേ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിക്കോ. അത് ചേട്ടൻ ചേച്ചി ഉപേക്ഷിച്ചു പോയതുകൊണ്ടല്ലേ. പക്ഷെ കാർത്തികയ്ക്ക് ഞാനുണ്ടല്ലോ. നിന്റെ കാലം എപ്പോ ശരിയാകും അറിയില്ല. അതുവരെ ജീവിക്കാൻ വരുമാനം വേണ്ടേ? നാളെ നിനക്കൊരു കുട്ടി ജനിച്ചാ നീ ആരോട് പോയി കാശ് ചോദിക്കും? സ്വത്തിന്റെ പ്ലാൻ നിങ്ങളുടെയാണോ? അതോ നിങ്ങൾ ഇവൾക്ക് ഐഡിയ കൊടുത്തോ? ആന്റി എന്തിനു പറഞ്ഞു തരണോ അഖിൽ? ഞാൻ ഇവിടെ നിന്നാ പകുതി സ്വത്ത് തരാന്ന് അഭിയേട്ടനും വസുവേട്ടനും പറഞ്ഞതല്ലേ. നിന്റെ മനസ്സ് മാറുന്ന കരുതിയത്. നീ വീണ്ടും ഇങ്ങനെ പണപ്പിശാചായി മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ഈ ലോകം തന്നെ പണത്തിന്റെ പിന്നാലെയാ പായുന്നത്. പൈസേമേ പരമാത്മാഹേ. എന്താ ചേച്ചി ഇങ്ങനൊക്കെ പറയുന്നേ? ഇവൾക്ക് ഇവിടെ എന്ത് കുറവുണ്ടായിട്ടാ സ്വത്ത് ചോദിക്കുന്നേ? ഇപ്പൊ നന്നായിട്ടുണ്ട്, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. സ്വത്ത് കിട്ടിയില്ലെങ്കിൽ നടറോട്ടി പോയി നിൽക്കുമെന്നാ? അത് മുന്നേ സംഭവിച്ച കാര്യമല്ലേ. അപ്പൊ പോലും ഏട്ടനും ബസ് എടുത്ത് നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്നത്. വീണ്ടും അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ലല്ലോ. ഓരോ പ്രാവശ്യവും പാത്രവും കഴുകി ഇഡ്ഡലിയും വിറ്റ് നടക്കാൻ പറ്റുമോ? അത്രയ്ക്ക് മുൻകൂട്ടി കാണാനുള്ള ബുദ്ധി അഖിലിനുണ്ടെങ്കിലല്ലേ. എന്നെ വഴക്ക് പറയുന്നതല്ലാതെ വേറൊന്നും അറിയില്ലല്ലോ. സ്വത്ത് ചോദിച്ച് നീ വലിയ തെറ്റാ ചെയ്തേ. ഇപ്പൊ നിനക്കത് മനസ്സിലാവില്ല, പോകും തോറും മനസ്സിലായിക്കോളും. ഭാസ്കരേട്ടനാണ് മണ്ടനെന്നാ വിചാരിച്ചിരുന്നേ. പക്ഷേ ദേ പോകുന്നു ശരിക്കുള്ള മണ്ടൻ. അതിരിക്കട്ടെ, സ്വത്ത് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇവനെന്താ വേണ്ടാന്ന് പറയുന്നേ? അതുകൊണ്ടാ ഞാൻ സ്വത്ത് വേണമെന്ന് പറഞ്ഞത്. എവിടെയാ വെച്ചത്? ആ, ഹലോ. ആ സാർ, ഞാനൊരു 10 മിനിറ്റുള്ളിൽ ഓഫീസിൽ എത്തും. അതുവരെ നിങ്ങൾ ആ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. വസുന്ധര, ആ. എന്തു പറ്റി? ഒന്നുമില്ലേട്ടാ. അല്ല, താനെന്തെങ്ങനെ വല്ലാണ്ട് ഫ്രസ്ട്രേറ്റ് ആയിരിക്കുന്നത്? ഏട്ടന് ഓഫീസിൽ പോകണ്ടേ? പൊക്കോ. താനെന്താ നോക്കുന്നതെന്ന് പറയും. അയ്യോ, ഞാൻ എന്തെങ്കിലും തിരഞ്ഞു നോക്കിക്കോട്ടെ. വസുന്ധര, ഇയാൾക്ക് എന്തു പറ്റി? താനെന്താ തിരയുന്നത് പോലും എനിക്കറിയില്ലേ? എനിക്കറിയാം, പക്ഷെ എവിടെയാ വെച്ചതെന്ന് ഓർമ്മയില്ല. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ടെൻഷൻ ആവുക. വസുന്ധര, ഇങ്ങ് വന്നേ. വാ, ഇവിടെ ഇരിക്കുന്നേ. എന്താ ഏട്ടാ? കാം ഡൗൺ. ഓക്കെ, കൂളായിട്ട് സമാധാനത്തോടെ ഇരിക്കേ. ടേക്ക് എ ബ്രീത്ത്. അയ്യോ, അതൊന്നും വേണ്ട.